നേന്ത്രപ്പഴവും റവയും ചേർത്ത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇതിനു വേണ്ടി 2 നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ 1 ഗ്ലാസ് റവ, 1/2 കപ്പ് ചിരവിയ തേങ്ങ, പിന്നെ ഒരു 3.5 ടേബിൾ സ്പൂൺ പൊടിച്ച ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാകുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം അതിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പഴം നന്നായിട്ട് വെന്ത് വരുന്ന സമയം ഇതിലേക്ക് റവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 5-8 മിനിറ്റ് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ റവ നല്ലപോലെ മൂത്ത് നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ശർക്കരയും തേങ്ങയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ശർക്കരയും തേങ്ങയും റവയൊക്കെ ആയി നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുപ്പത്ത് നിന്ന് മാറ്റി തണുക്കാൻ വെക്കാം. ഇതിപ്പോൾ ചെറുതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് 1/4 കപ്പ് ചെറിയ തേങ്ങ കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റി വെക്കാം. അപ്പോൾ ഇത് വേവിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയം അതിൻ്റെ മുകളിലേക്ക് വെച്ച് ഒരു 10-15 മിനിറ്റ് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം.